ആയിരങ്ങൾ വീണാലും 10,000 വീണാലും വലയമായി നിന്നെന്നെ കാത്തിടുവാൻ ദൈവദൂതന്മാരുണ്ടരികിൽ. ആയിരങ്ങൾ വീണാലും 10,000 വീണാലും വലയമായി നിന്നെന്നെ കാത്തിടുവാൻ ദൈവദൂതന്മാരുണ്ടരികിൽ. അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ, സർവശക്തരാം ദൈവമെന്റെ കൂടെയുണ്ടല്ലോ. സകലവും ഇന്നെനിക്കു സാധ്യമാകുവാൻ എന്റെ യേശുവിന്റെ അത്ഭുതമാം നാമമുണ്ടല്ലോ. നീരും വേദനയും തിരുമേനി പ്രാർത്ഥിച്ച് തന്നെത്താൻ ചൊട്ടി, ഒരു കുഴപ്പമില്ല. 2 കണ്ണിനും കാഴ്ച പോയതാണ്. അങ്ങനെ തിരുമേനിയെ കുറിച്ച് കേട്ട് അവിടുത്തെ ധ്യാനത്തിന് വന്നതിന് ശേഷം ഒരുപാട് മാറ്റം ഉണ്ടായി. ഇപ്പം പൂർണ്ണമായിട്ടും പാഠം മാറി. കിഡ്നിക്ക് നീർവീക്കമായിരുന്നു. അങ്ങനെ ഒരുപാട് നാളുമായിട്ട് ഞാൻ ചികിത്സയിലായിരുന്നു. തിരുമനസിനെ വിളിച്ചപ്പോൾ തിരുമനസ് എനിക്ക് വേണ്ടി വളരെ ശക്തമായിട്ട് തന്നെ പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ഒരു വളരെയധികം ഒരു ശക്തിയാണ് വെളിപ്പെട്ടത്. സ്വർഗീയ അഗ്നിയുടെ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഏവരെയും വീണ്ടും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം അത്യുന്നതന്റെ ചിറകിൻ കീഴിൽ നമ്മെ ഓരോരുത്തരെയും ദൈവം മറച്ച കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കുമായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന അവസരമാണല്ലോ ഇത്. അനേക മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് വിളിക്കാറുണ്ട്. ഈ ആഴ്ചയിലെ വചന ശുശ്രൂഷ പ്രത്യേകമായി കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയും അവരുടെ ജീവിതത്തിൽ വിജയകരമായ ഒരു പരീക്ഷ നേരിടുന്നതിനും ദൈവം സഹായിക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ വചന ശുശ്രൂഷയിലേക്ക് കടക്കാം. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഫൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കും എന്ന് നിരൂപിക്കരുത്. ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലെല്ലാം അസ്ഥിരൻ ആകുന്നു. ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിശ്വാസത്തോടുകൂടി യാചിക്കുന്നവന് മാത്രമേ എന്തും ലഭിക്കുകയുള്ളൂ എന്നതാണ്. 32-ാം സങ്കീർത്തനം 6-7 വാക്യങ്ങളിൽ ഇപ്രകാരം കാണുന്നുണ്ട്: പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കലോളം എത്തുകയില്ല. നീ എനിക്ക് മറവിടമാകുന്നു,
നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ പലപ്പോഴും കടന്നു വരുമ്പോൾ ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഇന്ന് തീർച്ചയായും നിങ്ങൾ ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുന്നവരായിട്ടല്ല, ദൈവത്തെ അന്വേഷിച്ച് പ്രതിസന്ധികളിൽ കരകയറ്റുവാൻ കഴിയുന്ന, രക്ഷിക്കുവാൻ കഴിയുന്ന ദൈവത്തെ നിങ്ങൾ അന്വേഷിക്കണം. 55-ാം സങ്കീർത്തനം 4 മുതൽ 8 വരെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു, മരണഭീതിയും എൻ്റെ മേൽ വീണിരിക്കുന്നു, ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുന്നു, പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു. അവിടെ 6-ാം വാക്യത്തിൽ പറയുന്നു, പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ 16-ഉം 17-ഉം വാക്യങ്ങളിൽ ഇപ്രകാരം കാണുന്നു, ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏതു പ്രതിസന്ധികളിലും നമുക്ക് ആശ്രയിക്കുവാൻ സാധിക്കുന്നത് ദൈവത്തിൽ മാത്രമാണ്. മനുഷ്യരിൽ ആശ്രയിക്കുമ്പോൾ അവർ നമ്മെ തള്ളിക്കളയുകയും നമ്മെ നിന്ദിക്കുകയും ചെയ്യും. കുഞ്ഞുങ്ങൾ പരീക്ഷ എടുക്കുമ്പോൾ ഇതുപോലെ പരിഭ്രമവും വിറയലും എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ചിന്തകളൊക്കെ കടന്നു വരും. എന്നാൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഒളിച്ചോടേണ്ട ആവശ്യമില്ല. ദൈവത്തോട് നിങ്ങൾ സംസാരിക്കണം. രണ്ടാമതായി, യേശു നിന്നോട് ചോദിക്കുന്നു, നിന്റെ പ്രശ്നം എന്താ? ജോലി ചെയ്യേണ്ട ആളുകള് അവർക്ക് ജോലി ചെയ്യേണ്ട, അല്ലെങ്കിൽ അവർക്ക് ജോലി ചെയ്യുവാൻ ആവശ്യമായിരിക്കുന്ന ടൂൾസ് കയ്യിൽ കരുതാതെ എങ്ങനെയാണ് ജോലി ചെയ്യുന്നത്? അതുപോലെ നിങ്ങൾക്ക് ഈ പ്രതിസന്ധി തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരങ്ങളിൽ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കണം. മൂന്നാമതായി, നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതി ദൈവത്തിന്റെ കയ്യിൽ ഉണ്ട്. ആ പദ്ധതി എന്താണെന്ന് നിങ്ങൾ ദൈവത്തോട് ചോദിക്കണം. ഇന്ന് മാതാപിതാക്കള് ഓരോരുത്തരും കുഞ്ഞുങ്ങളെക്കുറിച്ച് അവരുടെ കയ്യിൽ ഒരു പദ്ധതി ഉണ്ട്. ആ പദ്ധതി അത് നിർബന്ധമായി കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിരിക്കുക. ആ പദ്ധതി എങ്ങനെ നടത്തുമെന്ന് വ്യാകുലപ്പെടുന്ന, ദുഃഖിക്കുന്ന, ഭാരപ്പെടുന്ന അനേകം കുഞ്ഞുങ്ങളുണ്ട്. യിരെമ്യാവിന്റെ പുസ്തകം 29-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട്, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ഉള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രിയമുള്ളവരെ, ദൈവത്തിന് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുമുള്ള ഒരു പദ്ധതിയെപ്പറ്റി ഇതുവരെ നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടോ? കൃത്യമായി കുഞ്ഞുങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഞാൻ എന്തായി തീരണം, എങ്ങനെയായി തീരണം എന്നുള്ളത് എൻ്റെ മാതാപിതാക്കൾ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ളവർ എന്നെ നിർബന്ധിച്ചതുകൊണ്ട് ഞാനത് ആയിത്തീരുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതല്ലാതെ ദൈവവുമായി നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു പദ്ധതി നിങ്ങൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ അതാണ് നിങ്ങളുടെ പരാജയം എന്ന് പറയുന്നത്. നാലാമതായി, നീ നിന്നോട് എന്ത് സംസാരിക്കുന്നു? ഈ എക്സാമിലേക്ക് അടുക്കുന്ന ഈ സമയത്ത് ദൈവം ചോദിക്കുകയാണ്, നീ നിന്നോട് തന്നെ എന്താണ് സംസാരിക്കുന്നത്? പലപ്പോഴും നമ്മൾ സ്വയം ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ പലരുടെയും പ്രഷർ കൂടും. കുഞ്ഞുങ്ങളുടെ പ്രഷർ കൂടുന്നതിനേക്കാൾ കൂടുതൽ മാതാപിതാക്കളുടെ പ്രഷർ കൂടിക്കൊണ്ടിരിക്കുക. കുഞ്ഞുങ്ങൾ ചിന്തിക്കുന്നു, പരീക്ഷയിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ആ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് തന്നെ ചിന്തിക്കുകയാണ്, ഞാൻ എഴുതുന്ന പരീക്ഷയുടെ റിസൾട്ട് എന്തായിരിക്കും? ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം കാണുന്നു, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്.
എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുകയത്രേ വേണ്ടത്. പരിശുദ്ധനായ പൗലോസ്ലീഹ അവൻ ഒരു പഴയ ജയിൽ മുറിയിൽ കിടന്നുകൊണ്ട് എഴുതുന്ന ഒരു ലേഖനമാണ് ഇത്. ഈ പരീക്ഷയുടെ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങളും മാത്രമല്ല മാതാപിതാക്കളും അവരുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവസന്നിധിയിൽ പറയുമെങ്കിൽ ഇന്ന് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. അഞ്ചാമതായി, യേശുവുമായി ഇപ്പോൾ നിങ്ങൾക്കുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു പുനർചിന്തനം നടത്തുക. യേശുവുമായി ഒരു യഥാർത്ഥ ബന്ധം നിങ്ങൾക്ക് ഇല്ലാത്തവരാണെങ്കിൽ ഇന്ന് ആ ബന്ധം പുനഃസ്ഥാപിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ ടെൻഷൻ ഇത് അവസാനിച്ചു കഴിഞ്ഞു. 2 കൊരിന്ത്യർ 6-ാം അധ്യായം 17-18 വാക്യങ്ങളിൽ ഇപ്രകാരം കാണുന്നു: എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. നാം ഒന്ന് ആലോചിക്കണം. യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് കഴിയുമ്പോൾ ആ ബന്ധത്തെക്കുറിച്ചൊന്ന് പുനർചിന്തനം ചെയ്ത് അവനെ നമ്മുടെ സർവസ്വമായി അംഗീകരിച്ച് കഴിയുമ്പോൾ നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു പവിത്രമായ ബന്ധത്തിലേക്ക് കടന്നു വന്ന് യേശുവിനെ ഹൃദയം കൊണ്ട് അംഗീകരിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ടെൻഷനും അവസാനിക്കും. ഇന്ന് നിങ്ങൾ വളരെ ഭാരത്തോടു കൂടെയാണ് ഇരിക്കുന്നതെങ്കിൽ യേശുവിനെ ഹൃദയം കൊണ്ട് അംഗീകരിക്കുവാൻ ഇന്ന് നമുക്ക് കഴിയണം. നിന്റെ മനസ്സിൽ ദൈവത്തെക്കുറിച്ചുള്ള ചിത്രം എന്താണ്? 121-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം നമ്മൾ കാണുന്നുണ്ട്: നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. യഹോവ നിന്റെ പരിപാലകൻ. യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാത്ത വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. ഇത്ര ശ്രേഷ്ഠമായ വചനത്തിൽ ആശ്രയിക്കുമ്പോൾ കർത്താവ് നമ്മോട് പറയുകയാണ്, യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇതു മുതൽ എന്നേക്കും പരിപാലിക്കുന്ന ഒരു ദൈവമാകുന്നു എന്ന്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളുടെ ബുദ്ധിയുടെ അളവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ വിധത്തിലായിരിക്കുമ്പോൾ ബുദ്ധിക്ക് വേണ്ടി അല്ലെങ്കിൽ ജ്ഞാനത്തിനു വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. 2 ദിനവൃത്താന്തം 1:10 ശലോമോന് ദൈവം പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് തരണം? ഇന്ന് ദൈവം നമ്മോട് പ്രത്യക്ഷപ്പെട്ട് നമ്മോട് ചോദിച്ചാൽ ലോകപരമായി പലതും ആഗ്രഹിക്കുന്നവരാണ് ഞാനും നിങ്ങളും. എന്നാൽ എന്താണ് ശലോമോൻ ദൈവത്തോട് ചോദിച്ചത് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ, ആകയാൽ ഈ ജനത്തിന് നായകനായിരിക്കേണ്ടതിന് എനിക്ക് ജ്ഞാനവും വിവേകവും നൽകണമേ. വചനത്തിൽ പറയുന്നുണ്ട്, ലോകത്തിന്റെ ജ്ഞാനം ദൈവത്തിന്റെ മുൻപിൽ ഭോഷത്വമാകുന്നു എന്ന്. ഈ ഭോഷത്വത്തെ സ്വീകരിക്കുവാനാണോ എന്നെയും നിങ്ങളെയും ആ മക്കൾ എന്നുള്ള അവകാശത്തിലേക്ക് വിളിച്ചിരിക്കുന്നതെന്ന് ചിന്തിക്കണം. ഏത് പരീക്ഷ അടുത്തു വന്നാലും ദൈവം നമ്മുടെ പിതാവാകുന്നു എന്ന് ചിന്തിക്കുകയും യേശു നമുക്ക് സർവസ്വമായിരിക്കുന്നു എന്ന് അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നൽകുന്ന ജ്ഞാനത്തെ സ്വീകരിക്കുവാൻ, ജ്ഞാനവും വിവേകവും അത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കടന്നു വരുന്നത്. 90-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിൽ മോശയുടെ സങ്കീർത്തനമാണ്. അതിൽ ഇപ്രകാരം പറയുന്നു, ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണം. പ്രിയമുള്ളവരെ, ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണം എന്ന് പറയുന്നു. ഇയ്യോബിന്റെ പുസ്തകം 28-ന്റെ
28 പറയുന്നു, ദൈവഭക്തി ജ്ഞാനം ഉണ്ടാക്കുന്നുവെന്ന്. കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം, ദോഷമകന്ന് നടക്കുന്നത് തന്നെ വിവേകം. ദോഷമകന്ന് നടക്കുമ്പോൾ നിങ്ങളിലേക്ക് ദൈവത്തിൻ്റെ വിവേകം കടന്നു വരുമെന്നുണ്ടെങ്കിൽ, ഇന്ന് പ്രിയമുള്ളവരെ, നിങ്ങളിലുള്ള ദോഷം എന്തായിരിക്കുന്നുവോ അതിനെ അകന്നുകൊണ്ട് ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം നിങ്ങളിലേക്ക് കടന്നു വരും. അനേക കുഞ്ഞുങ്ങളെക്കുറിച്ച് വളരെ വേദനയോടും പരാതിയോടും കൂടി ഈ സ്വർഗീയ അഗ്നിയിലേക്ക് ഫോൺ ചെയ്യുന്ന മാതാപിതാക്കളുണ്ട്. അവരെ പഠിപ്പിച്ച് വളരെ ഭാരപ്പെട്ട് കഷ്ടപ്പെട്ട് അവരുടെ അധ്വാനമെല്ലാം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ മാതാപിതാക്കളെ അനുസരിക്കുകയില്ല, ദൈവത്തെ അനുസരിക്കുകയില്ല, ദൈവകൽപ്പനകളിൽ ജീവിക്കുകയില്ല. ലോകപ്രകാരമുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയും ലോകസുഖങ്ങൾക്ക് വേണ്ടിയും മാത്രം ജീവിക്കുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള പരാതികൾ കേൾക്കാറുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ ദൈവഭക്തിയുള്ളവരായി നിങ്ങൾ ദോഷം വിട്ട് അകലുമ്പോഴാണ് യഥാർത്ഥ ജ്ഞാനം നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്ന വചനം ശ്രദ്ധിക്കാതെ ഒരിക്കലും നിങ്ങൾ പോകരുത്. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നു, യഥാർത്ഥ ജ്ഞാനം ആത്മീയ ഫലം നിറഞ്ഞത്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും, പിന്നെ സമാധാനവും ശാന്തതയും അനുസരണവും ഉള്ളത്, കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതും ആകുന്നു. പ്രിയമുള്ളവരെ, ഈ വിധത്തിലുള്ള ജ്ഞാനം നിങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ നിർമ്മലരാകും. സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും, ശാന്തത നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. മാതാപിതാക്കളെയും ദൈവത്തെയും അനുസരിക്കുവാനുള്ള ആ അനുസരണ ശക്തി നിങ്ങൾ കടന്നു വരും. കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതമില്ലാത്തതും കാപട്യമില്ലാത്തതുമായ എല്ലാ സ്വഭാവവും നിങ്ങളിലേക്ക് കടന്നു വരും. ഇന്ന് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രാപിക്കുവാൻ പോകുന്നത് വിജയകരമായ ഒരു ജീവിതം മാത്രമല്ല, വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നിങ്ങൾക്ക് ലഭിക്കും. ഈ പരീക്ഷയുടെ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ക്രിസ്തുവിലൂടെ വിജയകരമായ ഒരു ജീവിതം നിങ്ങൾക്ക് നൽകട്ടെ. നിങ്ങളുടെ ആശങ്കകൾ, നിങ്ങളുടെ ഭാരങ്ങൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ പ്രയാസങ്ങൾ, നിങ്ങളുടെ രോഗങ്ങളെല്ലാം യേശുവിനെ അറിയുന്നതിലൂടെയും അവനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിലൂടെയും ഒരു വലിയ മാറ്റത്തിന്റെ വിപ്ലവം നിങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, ഈ നല്ല വചനത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രതി ഞങ്ങൾ വേദനിക്കുന്നവരാകുന്നു. അനേക കുഞ്ഞുങ്ങൾ ഭാരത്തിലും പ്രയാസത്തിലും കഴിയുന്നു. എങ്ങനെ മുന്നോട്ട് പോകും? ഇതുവരെയും കടന്നു വന്ന മാർഗങ്ങളൊന്നും ജീവിതത്തിൽ ഒരു വിജയകരമായ പദ്ധതിക്ക് വേണ്ടിയുള്ളത് അല്ലായിരുന്നു. ദൈവത്തെ അറിയാതെ ലോകപ്രകാരം അധ്വാനിക്കുകയും ലോകപ്രകാരം ജ്ഞാനത്തിനു വേണ്ടി ഞങ്ങൾ കാക്ഷിക്കുകയും ചെയ്തപ്പോൾ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എങ്ങനെ ജ്ഞാനം ഞങ്ങൾക്ക് നൽകാമെന്ന് വാഗ്ദത്തം ചെയ്തതിനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആ ജ്ഞാനത്തിന്റെ ആ വഴി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് അയക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇപ്പോൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും ദൈവത്തിന്റെ ആത്മാവ് സ്പർശിക്കുമാറാകണമേ. അവർക്ക് ഈ പരീക്ഷയിലുള്ള ഒരു വിജയം മാത്രമല്ല, യേശുക്രിസ്തുവിൽ കൂടെ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ഭാഗമാകുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കുമാറാകണമേ. സകലതും കാൽവറിയിൽ ഞങ്ങൾക്ക് വേണ്ടി ജീവനെ വെച്ച യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പിതാവേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമീൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് ഷൈനി വർഗീസ്. ഞാൻ ചെങ്ങന്നൂർ ചെറിയനാട് എന്ന സ്ഥലത്ത് താമസിക്കുന്നത്. ഇപ്പം BSc നഴ്സിംഗ് സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം സാധിച്ച് ഫസ്റ്റ് ഇയർ BSc നഴ്സിംഗ് ഒരു കുഴപ്പമില്ലാതെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. പക്ഷേ സെക്കൻഡ് ഇയർ ഞാൻ എൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് ഒരു മാസം ആയപ്പോഴത്തേന് തന്നെ എനിക്കവിടെ ഒരു 5-6 മാസമായിട്ടുണ്ട്. ഇപ്പോൾ 2011 ഓഗസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ. ആദ്യം
അടിവേദന വേദനയായിരുന്നു. പക്ഷെ അത് വിട്ടുമാറി നിന്നു. പക്ഷെ ഒരു 2 മാസത്തോളം അതിങ്ങനെ കണ്ടിന്യൂ നിന്ന് പിന്നെ എനിക്ക് ബാക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തു. ബാക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്ത് നടുവേദന ഒട്ടും സഹിക്കാൻ പറ്റാത്ത വേദന. എനിക്കൊന്ന് എൻ്റെ ഹോസ്റ്റലിൽ നിന്ന് ചെയറിൽ ഇരുന്ന് പഠിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായി പോയാണ്. കാരണം പിന്നെ പില്ലോ വെച്ചിരുന്ന് നോക്കി, പില്ലോ വെച്ചിരുന്നിട്ട് ഒരു പേന പോലും കൈകൊണ്ട് പിടിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ അത് ഛർദിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഹോസ്റ്റലിലെ ലൈഫിൻ്റെ ആണെന്ന് വിചാരിച്ച് ആദ്യം കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ പിന്നീട് അതാണെങ്കിൽ അവിടെ ടെമ്പറേച്ചർ പനി കൂടി, പനി ഒരു 102 ആയി. അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം പറഞ്ഞു സ്കാനിങ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ഹോസ്റ്റലിൽ ലൈഫ് ആയതുകൊണ്ട് പിന്നെ പെട്ടെന്ന് നാട്ടിലോട്ട് കയറി വരുമായിരുന്നു. വന്നപ്പോഴത്തേന് ഇവിടെ വന്ന് ഇതിനോടകം എനിക്ക് ഈ 5-6 മാസത്തിനോടകം എനിക്ക് 3 ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തു. ആദ്യം ഒരു ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പോഴത്തേന് ആദ്യം എക്സ്റേ എടുത്തപ്പോഴത്തേന് പറഞ്ഞു കണ്ണിക്ക് അകൽച്ചയെന്ന് പറഞ്ഞു നടുവിൻ്റെ. ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞിട്ടും ഒരു ശകലം പോലും എനിക്ക് ഓരോ ദിവസം കഴിയുന്നതും എൻ്റെ അവസ്ഥ എനിക്കൊരു കട്ടിൽ ഒരു 5 മിനിറ്റ് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പം ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് പിന്നെ MRI സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഡിസ്കിൽ ചെറിയൊരു അകൽച്ച വെച്ചാൽ ഒരു ബൾജിങ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നും ട്രീറ്റ്മെൻറ്റ് എല്ലാം എടുത്തു കഴിഞ്ഞ് കുറേതായപ്പം പിന്നെ അവർ പറഞ്ഞു അപ്പൻഡിസൈറ്റിസിൻ്റെ എന്ന് പറഞ്ഞ് ലാപ്രോസ്കോപ്പി ടെസ്റ്റ് എടുത്തത് പറഞ്ഞു. പക്ഷേ എത്ര മെഡിസിൻ എടുത്തിട്ടും കുറയുന്നില്ലെന്ന് കണ്ടപ്പം ഹോസ്പിറ്റൽ ചേഞ്ച് ചെയ്തു. വേറെ അടുത്ത ഹോസ്പിറ്റലിലേക്ക് അവിടുത്തെ പേപ്പേഴ്സ് എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയി. അവിടുന്ന് ആദ്യം എനിക്ക് ഓർത്തോയെ കൊണ്ട് കാണിച്ചു. ഓർത്തോ MRI സ്കാൻ്റെ എല്ലാ റിപ്പോർട്ട് കണ്ടിട്ട് ആദ്യം വെയിറ്റ് ഇട്ട് കിടക്കണമെന്ന് പറഞ്ഞു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സിക്ക് ലീവ് എടുത്ത് വന്ന് ഒരു മാസത്തോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അവിടെ ട്രാക്ഷൻ ഇട്ട് കിടന്ന് എല്ലാം കുറച്ച് കുറവായപ്പോഴും ഡോക്ടർ പറഞ്ഞു 6 മാസത്തേക്ക് ബെൽറ്റ് തന്നു. 6 മാസത്തേക്ക് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നടുവിനൊരു ആശ്വാസം ഉണ്ട്, നല്ല അടിവേദന വേദന പിന്നെയും കുറയുന്നില്ല. അപ്പോഴത്തേനും ഓർത്തോ പിന്നെ ഗൈനക്കോളജിസ്റ്റിന് കൈമാറി. ഗൈനക്കോളജിസ്റ്റും ട്രീറ്റ്മെൻറ്റിനകത്ത് അത് വീണ്ടും സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴത്തേന് അവിടെ പോളിസിസ്റ്റിക് ഓവറിയാന്ന് പറഞ്ഞു. അതിനൊരു 6 മാസത്തെ ടാബ്ലറ്റ് അടുത്തെടുത്തു. അങ്ങനെ ഓരോ അസുഖം ഇങ്ങനെ ഓരോ ടെസ്റ്റ് നടത്തുന്നതോറും എല്ലാത്തിനകത്തും ഓരോന്നോരോന്ന് ഉണ്ടെന്ന് ആദ്യം തെളിഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ട്രീറ്റ്മെന്റ് എടുക്കുന്നതോറും കുറയുന്നതായിട്ടൊന്നും കാണുന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പോളിസിസ്റ്റിക് ഓവറിയാന്ന് പറഞ്ഞു. അവിടുന്ന് ഡിസ്ചാർജ് എല്ലാം ആക്കി. അതിന്റെ ഞാൻ കുറച്ച് കുറഞ്ഞപ്പോഴത്തേന് വീണ്ടും ഞാൻ പഠിക്കുന്നിടത്തോട്ട് പോയി ഞാൻ ഒരാഴ്ചക്ക് അടുത്ത ലീവ് എനിക്കുണ്ടായിരുന്നു. എൻ്റെ എക്സാം കഴിഞ്ഞുള്ള ലീവായിരുന്നു. അതിന് ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എനിക്കൊരു എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പ്രൊഫഷൻ ഇതാണ്, ക്ലാസ്സിൽ പോയി ഇരിക്കാൻ പറ്റത്തില്ല. ക്ലാസ്സിൽ പോയി ഇരിക്കുമ്പോഴത്തേനും ടീച്ചേഴ്സിൻ്റെ എല്ലാത്തിനും സഹതാപത്തോടുള്ള നോട്ടമായിരിക്കും എപ്പോഴും, കാരണം ഇരിക്കാൻ വയ്യാത്തതുകൊണ്ട്. പിന്നെ ഡ്യൂട്ടിക്ക് പോയി കഴിയുമ്പോൾ ഡ്യൂട്ടിക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഒരുപാട് ബുദ്ധിമുട്ടി. അത് കഴിഞ്ഞ് ഡിസംബറിൽ ലീവിന് ഇവിടെ വന്നപ്പോഴത്തേനും വീണ്ടും ഡോക്ടറെ ചെന്ന് കാണിച്ചു. അടിവാൻ്റെ വേദന ഒട്ടും കുറേതായപ്പോഴത്തേന് പിന്നെ ഗൈനക്കോളജിസ്റ്റ് പിന്നെ സർജന് കൈമാറിയപ്പോൾ അവിടെ അപ്പൻഡിസൈറ്റിസ് ആണോ ഡൗട്ടായിരുന്നു. പക്ഷെ ദൈവം സഹായിച്ച് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അപ്പൻഡിക്സിന് കുഴപ്പമൊന്നും തന്നെ കണ്ടില്ല. പിന്നെ യൂറിൻ കൾച്ചർ ചെയ്ത് നോക്കിയായിരുന്നു, ഇൻഫെക്ഷൻ ആണോ നോക്കിയപ്പോൾ. യൂറിൻ കൾച്ചർ നോക്കിയപ്പോൾ അതിനകത്ത് ഒരു ഇൻഫെക്ഷൻ്റെ അളവ് ഒരുപാട് കൂടിപ്പോയി അങ്ങ്. കാരണം അതിനകത്തൊരു ബാക്ടീരിയ ഗ്രോത്ത് എന്നൊക്കെ പറയുന്ന കൗണ്ടൊക്കെ ഒരുപാട് അങ്ങ് ആയിപ്പോയി. ഒത്തിരി ഡോക്ടേഴ്സ് എല്ലാം വഴക്ക് പറഞ്ഞു. ഇത്രയും നാളായിട്ടും വെച്ചുകൊണ്ടിരുന്നതിന് ഞാൻ ഒരുപാട് വഴക്ക് പറഞ്ഞു. പിന്നെ അതിന് കുറേ നാൾ ആൻറ്റിബയോട്ടിക് എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തൽക്കാലത്തേക്ക് അടിവേദനയ്ക്ക് ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് വീണ്ടും ഞാൻ 1 മാസത്തിന്റെ ലീവ് കഴിഞ്ഞ് വീണ്ടും ഞാൻ പഠിക്കാനായിട്ട് പോയി ഞാൻ ഒരാഴ്ച എന്നെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തതിന് മുമ്പ് തന്നെ പിന്നെ എനിക്ക് നടുവിന് വേദനയും ഒട്ടും ഒരു ശകലം പോലും വയ്യാതായി. പിന്നെ വീട്ടിൽ നിന്ന് പപ്പ പെട്ടെന്ന് വന്ന് ഇപ്പം കൊണ്ടുവരുമായിരുന്നു. ഇപ്പം ഞാൻ 2ാമത് ലീവ് എടുത്ത് ഞാൻ വരുന്നത് ജനുവരി 27 റിപ്പബ്ലിക് ഡേ അന്ന് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അടുത്ത വേറൊരു 3ാമത്തെ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോഴത്തേന് അവിടെ വീണ്ടും നോക്കിയപ്പോഴത്തേന് ഒരുപാട് കൂടിപ്പോയി. എനിക്ക് നേരത്തെ ഞാൻ വന്ന സമയത്തിനേക്കാളും ഇൻഫെക്ഷൻ്റെ അളവെന്ന് പറയുന്നത് ഒത്തിരി ആയിപ്പോയി അങ്ങ്. അവിടുന്ന് പിന്നെ വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. ആന്റിബയോട്ടിക്കിന്റെ എല്ലാം കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും യൂറിൻ കൾച്ചർ ചെയ്ത് നോക്കിയപ്പോൾ ഒരു ശകലം പോലും കുറവില്ല. ഡോക്ടേഴ്സ് പോലും ചോദിച്ചു എന്നോട് എന്തുവാ ഷൈനി ഇതിങ്ങനെ എങ്ങനെ പറ്റുന്നത്, കാരണം ഇത്രയും മെഡിസിൻ എടുത്തിട്ട് കുറയുന്നില്ലെന്നുള്ളൂ, ശകലം പോലും കുറയുന്നതായിട്ട് കാണാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അടിവേദന വേദന കൂടിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് CT സ്കാൻ ചെയ്തു. MRI സ്കാൻ നടുവിൻ്റെ അതിനകത്ത് CT സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴത്തേന് അതിനകത്ത് പ്രത്യേകിച്ച് രോഗത്തിന്റെ ഒന്നും കാണുന്നില്ല. എനിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിൻ്റെ ആയിട്ടുള്ള ഒന്നും ഒരു ചെക്കപ്പിനകത്ത് തെളിഞ്ഞു വരുന്നില്ല. ഇൻഫെക്ഷൻ ഉണ്ടെന്ന് മാത്രമല്ലാതെ വേറെ ഒന്നും കുറഞ്ഞു വരുന്നില്ല. അപ്പൊ ഡോക്ടേഴ്സിനാണ് എന്തുകൊണ്ട് ഇത് കുറയാത്തതിന് കാരണം എന്തോന്നാൽ കണ്ടുപിടിക്കാനും പറ്റുന്നില്ല, അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് എടുക്കാനും പറ്റുന്നില്ല. അപ്പോൾ ഒരുപാട് വീട്ടിലാണെങ്കിലും ശരി ഒരുപാട് സങ്കടപ്പെടുക. കാരണം പഠിച്ചുകൊണ്ടിരിക്കുക ഞാൻ എൻ്റെ ക്ലാസ് ഇപ്പം ഞാൻ സെക്കൻഡ് ഇയർ കയറി അന്ന് തൊട്ട് എനിക്ക് ഓരോ ക്ലാസ്സും ആബ്സെന്റ് ആവുമായിരുന്നു. ഒട്ടും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവിടെ ഞാൻ ലീവ് കഴിഞ്ഞ് പോയവൻ എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു. ദൈവം സഹായിച്ച് ഞാൻ 1 മാസത്തോളം 2 മാസത്തോളം ആബ്സെന്റ് ആയ ക്ലാസ്സിലെ
എക്സാം ആയിരുന്നു. എൻ്റെ ദൈവം എനിക്കത് നല്ല റിസൾട്ട് തന്നെ, എനിക്ക് എല്ലാ വിഷയത്തിലും നല്ല മാർക്കോടുകൂടി പാസ്സാകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഫോട്ടോസ്റ്റാറ്റിന്റെ സഹായത്തോടുകൂടി മാത്രം, ദൈവത്തിന്റെ കരുണ മാത്രമാണെന്ന് ഞാൻ പറയത്തുള്ളൂ, നല്ല റിസൾട്ട് കൈവരിക്കാൻ പറ്റി. പിന്നെ ഇപ്പം ഞാനിവിടെ ഇത്രയും ട്രീറ്റ്മെന്റ് എടുത്തിട്ട് വീട്ടിൽ നിന്ന് എല്ലാവരും വന്ന് നോക്കുക, കാരണം ബെഡിൽ നിന്ന് എഴുതാൻ പറ്റുന്നില്ല. ഞാൻ കുനിഞ്ഞ് കഴിയുമ്പോഴത്തേന് അല്ലെങ്കിൽ മനസ്സിന് ഡോക്ടേഴ്സ് എല്ലാം പറയുന്ന സൈലൻ ടെൻഷൻ കൊടുക്കല്ലോ, സൈലൻ ടെൻഷൻ അങ്ങോട്ട് കൊടുക്കുമ്പോഴത്തേക്ക് എനിക്ക് നടുവൊക്കെ ഒരു 5-6 മാസത്തോടെ എനിക്ക് പള്ളിയിലെ കുർബാനയ്ക്ക് പോലും ഒന്ന് കണ്ടിന്യൂസ് നിന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എനിക്ക് എൻ്റെ നടു വെട്ടിപ്പൊളക്കുന്ന വെച്ച് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. അങ്ങനെ പിന്നെ ഒരുപാട് ട്രീറ്റ്മെന്റ് എടുത്തു, ഒരുപാട് ചെക്കപ്പ് നടത്തി. എല്ലാ ചെക്കപ്പും നടത്താത്തതായിട്ടുള്ള ചെക്കപ്പ് ഒന്നുമില്ല, എനിക്ക് എല്ലാം നടത്തി, ട്രീറ്റ്മെന്റ് ഒരുപാട് എടുത്തു. എന്നിട്ടെങ്ങും അസുഖം കുറയുന്നതായിട്ട് കാണുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ചാച്ചൻ പറഞ്ഞാണ് അറിഞ്ഞത്, ഇതുപോലെ തിരുമേനിയുടെ കാര്യം അറിഞ്ഞത്. കഴിഞ്ഞ സൺഡേ അവിടെ കുർബാന ഉണ്ടായിരുന്നു, വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് കുർബാന അനുഭവിച്ചു. അത് കഴിഞ്ഞുള്ള തിരുമേനിയുടെ കാര്യം ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് ആ കുർബാനയിൽ നിൽക്കുന്ന സമയത്ത് പോലും ഞാൻ നടുവൊക്കെ അത്രയ്ക്ക് വേദന എടുത്താൽ കുർബാന ഞാൻ 2-2.5 മണിക്കൂർ നിന്നത്. പക്ഷെ എനിക്ക് ഇരുന്നില്ല, ഞാൻ അത്രയും കഷ്ടപ്പെട്ട് വേദന അനുഭവിച്ചും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് അവിടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. പ്രാർത്ഥനയ്ക്ക് അറ്റൻഡ് ചെയ്തു. തിരുമേനിയുടെ എന്തോ എനിക്കറിയത്തില്ല, വലിയ അനുഗ്രഹം കൊണ്ടാണെന്ന് തോന്നുന്നു. പ്രാർത്ഥന കഴിഞ്ഞു, ഞാൻ തിരിച്ച് മറ്റേ എനിക്ക് ഇവിടുന്ന് എനിക്ക് ജസ്റ്റ് ഒരു 15 മിനിറ്റ് എനിക്ക് വണ്ടി ഇരുന്ന് പോകാൻ പറ്റത്തില്ലായിരുന്നു. ദൈവം സഹായിച്ച് പ്രയർ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒരു 1-1.5 മണിക്കൂർ ഒരു വണ്ടിയിലെ യാത്രയുണ്ട്. തിരിച്ച് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ സൺഡേ പ്രയർ എല്ലാം കഴിഞ്ഞു. മൺഡേ എനിക്ക് വീണ്ടും ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകേണ്ട ദിവസമായിരുന്നു. ചെക്കപ്പിന് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു മെഡിസിൻ ഒരു 5-6 മാസത്തെ കണ്ടിന്യൂ ആളെ തന്നിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല എന്നോട് ഇങ്ങനെ റിസൾട്ട് പറയാൻ. ഡോക്ടറിന് ഷൈനി കോഴ്സ് തിരിച്ച് പഠിക്കാൻ പോയിക്കോ, എന്തോ 1 മാസം കഴിഞ്ഞ് വന്ന് കാണണമെന്ന് പറഞ്ഞിരിക്കുക. ദൈവം സഹായിച്ച് എനിക്കിനി ഏപ്രിലിൽ ലീവ് ഉള്ളൂ, അപ്പം വന്ന് കാണണം. തിരുമേനി ഇടയ്ക്ക് വന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരുപാട് എനിക്കറിയത്തില്ല, അവിടെ നിൽക്കുന്ന സമയത്തൊക്കെ എനിക്ക് പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ എനിക്കറിയത്തില്ല, എന്തോ ഒരു അത്ഭുതം, എന്തോ ഒരു ശക്തി എന്നിൽ കൂടെ പോകുന്നതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരുപാട് ആശ്വാസം വന്നിട്ടുണ്ട്. ഇപ്പം ദൈവത്തിന്റെ വലിയൊരു അത്ഭുതകരം പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയുകയാണ്. ദൈവത്തിന്റെ എല്ലാം സമർപ്പിക്കുന്നു. ദൈവത്തിന് സ്തുതി കരയറ്റുന്നു. കർത്താവിൽ പ്രിയരെ, ഈ ഞായറാഴ്ച അടൂരിൽ നടക്കുന്ന കരിസ്മാറ്റിക് പ്രാർത്ഥനയിൽ ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ 5:30 വരെയാണ് ആ പ്രാർത്ഥന നടക്കുന്നത്. വലിയ അത്ഭുതങ്ങളും വിടുതലും ഉള്ള ഈ പ്രാർത്ഥനയിൽ തീർച്ചയായിട്ടും സംബന്ധിക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങൾക്ക് ഒരു അവസരം തന്നിരിക്കുകയാണ്. ഇത് പാഴാക്കാതെ തീർച്ചയായും ആ പ്രാർത്ഥനയിൽ സംബന്ധിക്കണം. അടുത്ത മാസം മുതൽ തിരുവനന്തപുരത്ത് ആരംഭിക്കുന്ന പ്രാർത്ഥനയെക്കുറിച്ചുള്ള വിവരങ്ങളും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. അതിനായി ആ പരിസരങ്ങളിലുള്ളവർ കടന്നു വരുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം പ്രവർത്തിച്ച അത്ഭുതത്തിന്റെ വലിയ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ജീവിക്കുന്ന ദൈവത്തിന്റെ അത്ഭുതമാർന്ന കരത്തിന്റെ ശക്തി, ആ കരത്തിന്റെ ശക്തി നിങ്ങളിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ. അടുത്ത ആഴ്ച കാണുന്നത് വരെയും ദൈവത്തിന്റെ കരുണയുടെ ചിറകിന് കീഴിൽ ദൈവം നിങ്ങളെ എല്ലാവരെയും മറയ്ക്കട്ടെ. ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കായി താഴെ കാണുന്ന ഫോൺ നമ്പറുകളിൽ വിളിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ബന്ധപ്പെടേണ്ട വിലാസം: ജീസസ് മിനിസ്ട്രി, ഗെത്സമൻ സെന്റർ, വടക്കെടുത്തുകാവ്, അടൂർ. ഫോൺ 0473-422-7269. മൊബൈൽ 8943126437. Email jesusministryindia@gmail.com.